എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ 7ഉം എക്സാമ്പിൾ 8ഉം. അതും കൂടെ കഴിഞ്ഞാൽ ഈ പടത്തിലെ വർക്ക് ഔട്ടായിട്ടുള്ള എക്സാമ്പിളെല്ലാം തീരും. പിന്നെ നമുക്ക് എക്സസൈസ് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് എക്സാമ്പിൾ 7 എന്താണെന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n ക്യൂബ് ബൈ 3 വെയർ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. എന്താ പ്രൂവ് ചെയ്യേണ്ട സാധനം? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. പി ഓഫ് എൻ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? n ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യുക. ഫോർ n ഈക്വൽ ടു 1 പി ഓഫ് 1. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൈം 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 ക്യൂബ് ബൈ 3. അതായത് 1 ഗ്രേറ്റർ ദാൻ 1 ബൈ 3. 1 എന്ന് പറയുന്നത് എന്തായാലും 1 ബൈ 3 വലുതാണല്ലോ. അപ്പം ട്രൂ ആണ്, വിച്ച് ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പ് എന്താ? n ഈസ് ഈക്വൽ ടു 1 പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അസ്യൂം ചെയ്യും നമ്മൾ. അസ്യൂം ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. n ഈക്വൽ ടു kക്ക് ട്രൂ എന്ന് അസ്യൂം ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റിൽ ഇട്ട് കൊടുക്കുക. പി ഓഫ് k 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ ഗ്രേറ്റർ ദാൻ k ക്യൂബ് ബൈ 3 എഴുതിയിട്ട് എന്ത് ചെയ്യുക? k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമ്മൾ പി ഓഫ് k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വി ഷാൾ പ്രൂവ് ദാറ്റ് p of k plus 1 is true. ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആണ്. എന്നിങ്ങനെ ആദ്യമേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം എഴുതിയേക്കാം. p of k plus 1 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ പ്ലസ് k പ്ലസ് 1 the whole സ്ക്വയർ ഗ്രേറ്റർ ദാൻ k പ്ലസ് 1 the whole ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇതാണ് പ്രൂവ് ചെയ്യേണ്ട സംഭവം. ഇത്രയും എന്തായാലും എഴുതാറിയാലോ എല്ലാവർക്കും. ഇത് നമ്മൾ എന്താ ചെയ്യുക? ആദ്യമേ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുത്തരുത്. ഈ പാഠത്തിൽ ഏത് കണക്ക് ചോദിച്ചാലും ഇങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് ഈ പാഠം ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യമേ തന്നേക്കുന്ന സാധനം എടുത്തെഴുതുക. പിന്നെ എന്നിന് ഇസിക്കൽ ടു 1 സംഭവം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അത് കഴിഞ്ഞ് പി ഓഫ് n ഇസിക്കൽ ടു kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അതിനെന്താ ചെയ്യുക? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കേട്ട് കൊടുത്തിട്ട് എഴുതി വയ്ക്കുക. അടുത്തത് പി ഓഫ് k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും ഭാഗം എന്തായാലും നമ്മുടെ ആവശ്യമുണ്ട്, അതുപയോഗിച്ചാൽ നമ്മൾ ചെയ്യുള്ളൂ. ഇനി ഇത്രയും ഭാഗം എന്താ? 1 സ്ക്വയർ തൊട്ട് ഈ k സ്ക്വയർ വരെയുള്ളത് k ക്യൂബ് ബൈ 3 അത് എഴുതുക. k ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് k പ്ലസ് 1 the whole സ്ക്വയർ ഗ്രേറ്റർ ദാൻ k പ്ലസ് 1 the whole ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പം k ക്യൂബ് പ്ലസ് 3 ഇൻറ്റു k plus 1 the whole square divided by 3 greater than k plus 1 the whole cube divided by 3. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമല്ലോ. കേട്ടോ, ഇനി ഇവിടെ ഇതാ k plus 1 അല്ലെങ്കിൽ a plus b. a plus b the whole square എന്ന് പറഞ്ഞാൽ എന്താ? a square plus 2ab plus b square. ഇനി a plus b the whole cube ആണെങ്കിലോ a cube plus 3 a square b plus 3ab square plus b cube. ഇത് രണ്ടുമാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം നമ്മുടെ ഇക്വേഷൻസ്. അത് വെച്ച് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ എന്ത് വരും? k ക്യൂബ് അതേപോലെ വരും പ്ലസ് 3 ഇൻറ്റു k പ്ലസ് 1 the whole സ്ക്വയർ ബ്രാക്കറ്റ് തുറന്ന് എന്ത് വരും? k സ്ക്വയർ പ്ലസ് 2k 2 ഇൻറ്റു k ഇൻറ്റു 1 2k പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഇയാൾ ഇതാവും k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ ഇൻറ്റു 1 3k സ്ക്വയർ പ്ലസ് 3k അതായത് 3 ഇൻറ്റു a b സ്ക്വയർ 1 സ്ക്വയർ 1 ആണല്ലോ പ്ലസ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 3. ഇനി ഇവിടെ ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ചെയ്തേ. k ക്യൂബ് പ്ലസ്
3k square plus 3 into 2 6k plus 3 into 1 3 divided by 3 greater than k cube plus 3k square plus 3k plus 1 divided by 3. ഇവിടെ എന്തൊക്കെയാണ് ഒരുപോലെയുള്ള കെ ക്യൂബ് 3k സ്ക്വയർ ഇവിടെ 3k ഉള്ളൂ, ഇവിടെ 6k ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സാധനം വലുതാണ്. ഇനി ഇത് നമുക്ക് മാറ്റി എഴുതാം വേണം. കെ ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് ഇതേപോലെ ആക്കാനാണ്. ഇവിടെ എന്താ പിന്നെ 3k പ്ലസ് 1 പ്ലസ് 3k പോയിട്ട് മിച്ചം 3k ഉണ്ട് പ്ലസ് ഇവിടെ 2 കൂടെ ഉണ്ട് ഡിവൈഡഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. ഇത്രയും സാധനം എഴുതിയിട്ടില്ലേ? ഇനി ഇതിനകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സാധനം എന്തായിരുന്നു? a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് പോലെയല്ലായിരുന്നു. അപ്പം k പ്ലസ് 1 ദ ഹോൾ ക്യൂബാണ് നമ്മൾ വലുതാക്കിയത്. ഇത് വലുതാക്കേണ്ട ഒരാവശ്യമില്ല. ഇത്രയും സ്റ്റെപ്പിലും ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്നിട്ട് ഈ സ്റ്റെപ്പിലെ മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി. ഇതിപ്പോൾ ഒന്ന് മനസ്സിലാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ വശത്തും അത് മാറ്റി എഴുതാം. k പ്ലസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് 3k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ k പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ബൈ 3. ഇതെന്തായാലും ശരിയല്ലേ? ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു 3k പ്ലസ് 2 കൊണ്ട് കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും ഇയാൾ വലുതാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ പ്രൂവ് ചെയ്തു. ദസ് p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ. എപ്പം? whenever p of k is true. p of k true ആകുമ്പോഴൊക്കെ ഇത് ട്രൂ ആണ്. hence which by principle of mathematical induction p of n is true for all n belongs to natural numbers. Okay, നമ്മൾ എന്തൊക്കെ ചെയ്ത് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? ഏത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. പിന്നെ n ഈക്വൽ ടു 1 എഴുതുക. എന്നിട്ട് പ്രൂവ് ചെയ്യാം. ശരിയാണ്, അത് ശരിയായിരിക്കും. പിന്നെ എന്താ? അസ്യൂം ദാറ്റ് പി ഓഫ് n ഈക്വൽ ടു kക്ക് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ n എവിടെയുണ്ടോ അവിടെയൊക്കെ കേട്ട് കൊടുത്തിട്ട് എഴുതി വയ്ക്കാം. അത്രയും സ്റ്റെപ്പ് എന്തായാലും എല്ലാവർക്കും എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് എന്താ? പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് പി ഓഫ് k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഈ സ്റ്റെപ്പ് എഴുതാമല്ലോ. അതിന് ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായാലും എഴുതുക. അതിന് എന്ത് ചെയ്താൽ മതി? ഇവിടെ n പകരം k പ്ലസ് 1 കൊടുത്ത് എഴുതുക. ഇങ്ങനെ ഒരു സീരീസ് പോലത്തെ സാധനമാണെങ്കിൽ അവസാനത്തതായിരിക്കും k പ്ലസ് 1. അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ടൈം k സ്ക്വയർ ആയിരിക്കും. അപ്പം തന്നെ നമ്മുടെ പകുതി പണി കഴിയും. എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആൾ നമ്മുടെ ഇക്വേഷൻ 1-ലുള്ളതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഇവിടുത്തെ സ്റ്റെപ്പിൽ അതാ ചെയ്ത്. ഈ സീരിയസ് ആയിട്ടുള്ള എല്ലാത്തിലും തന്നെ ഇങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? മറ്റേ ആളെ അതേപോലെ എടുത്ത് എഴുതിയേക്കുക. ഇനി ഇവിടെ എന്താ ചെയ്തേ? ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഫ്രാക്ഷനുള്ള സാധനമാണ്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുകയോ ചെയ്തേ. ഡിനോമിനേറ്റർ സെയിം ആക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ. ഇനി ഈ വശത്ത് എന്തായാലും ഓപ്പൺ ചെയ്യണം. പക്ഷേ ഈ വശത്ത് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. ഇവിടെ ഇങ്ങനെ എഴുതി പോന്നാൽ മതി. ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വീണ്ടും എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ എന്ത് വെച്ച് 3 ഇൻറ്റു മൾട്ടിപ്ലൈ ഇവിടെയുള്ള ബ്രാക്കറ്റിലെ എല്ലാവരും. അതാണ് ഇവിടെ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ രണ്ടിടത്തും ഇവിടെ റീഅറേഞ്ച് ചെയ്യുകയോ ചെയ്ത്. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇപ്പുറത്ത് എന്താണെന്ന് ചെയ്തത്? റീഅറേഞ്ച് ചെയ്ത് ഇവരെ k പ്ലസ് 1 ഇങ്ങനെ മാറ്റി എഴുതി. അപ്പോൾ തന്നെ സംഭവം പ്രൂവായി. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതി നമ്മുടെ പണി കഴിഞ്ഞു. ഇനി അടുത്ത് കണക്കാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ കുറച്ച് കണക്ക് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് കിട്ടിയ ശേഷമേ ഞാൻ എക്സസൈസിലെ ആൻസേഴ്സ് പറഞ്ഞു തരുള്ളൂ കേട്ടോ. അല്ലേ പറഞ്ഞിരുന്നു. ഇത് എക്സസൈസ് 4.1 എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു? 4.1 1 തൊട്ട് 6 വരെയുള്ള. ഇനി 7 തൊട്ട് 12 വരെയുള്ളതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞ കണക്കില്ലേ അതേപോലത്തെ.
ഇതെപ്പോൾ കിട്ടുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ആൻസർ ഇടും. ഇതെന്ന് കിട്ടുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ആൻസർ ഇടും. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ അടുത്ത് ചെയ്യാം. എല്ലാം കിട്ടി കഴിയുമ്പോൾ മീൻസ് ഒരു സെറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വേറൊരിടത്തും നോക്കി ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. കിട്ടുന്നത് മതി. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കിട്ടിയുള്ളൂ, അത്രയും മതി. അപ്പോൾ അത്രയും എനിക്കൊന്ന് അയച്ചു തരിക. ഞാൻ എൻ്റെ മെയിൽ ID അടി കൊടുക്കും ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അയച്ചേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത കണക്ക് തുടങ്ങാം. എക്സാമ്പിൾ 8. ഇതാണ് നമ്മുടെ അവസാനത്തെ വർക്ക് ഔട്ട് എക്സാമ്പിൾ ഈ പാഠത്തിൽ കേട്ടോ. പ്രൂവ് ദ റൂൾ ഓഫ് എക്സ്പോണൻസ്. റൂൾ ഓഫ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇതാ AB raised to n, അതായത് A into B raised to n equal to A raised to n into B raised to n by using principle of mathematical induction for every natural division. ഇതാ പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, P of n എഴുതുക. P of n AB raised to n equal to A raised to n into B raised to n. ഇനി അടുത്ത് എന്ത് ചെയ്യുക, n is equal to 1ന് പ്രൂവ്. for n is equal to 1, P of 1 എന്ന് പറഞ്ഞാൽ AB raised to 1 is equal to A raised to 1 into B raised to 1. ഇതെന്താ, എന്ത് സാധനം raised to 1 ആണെങ്കിലും എന്താ അതേ സാധനം. അപ്പോൾ AB is equal to A into B, സെയിം അല്ലേ? അപ്പോൾ which is true. ഇനി എന്താ, assume that P of n is true for n equal to k. അതിനെന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് വരെ കേട്ട് കൊടുക്കുക. അപ്പോൾ P of k എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞിരുന്നു. ഇത് എക്സസൈസ് 4.1 എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു? 4.1 1 തൊട്ട് 6 വരെയുള്ള. ഇനി 7 തൊട്ട് 12 വരെയുള്ളതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കണക്കില്ലേ അതേപോലത്തെ. ഇതെപ്പോൾ കിട്ടുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ആൻസർ ഇടും. ഇതെന്ന് കിട്ടുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ആൻസർ ഇടും. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ അടുത്ത് ചെയ്യാം. എല്ലാം കിട്ടി കഴിയുമ്പോൾ മീൻസ് ഒരു സെറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വേറൊരിടത്തും നോക്കി ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. കിട്ടുന്നത് മതി. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കിട്ടിയുള്ളൂ, അത്രയും മതി. അപ്പോൾ അത്രയും എനിക്കൊന്ന് അയച്ചു തരിക. ഞാൻ എൻ്റെ മെയിൽ ID അടി കൊടുക്കും ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അയച്ചേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത കണക്ക് തുടങ്ങാം. എക്സാമ്പിൾ 8. ഇതാണ് നമ്മുടെ അവസാനത്തെ വർക്ക് ഔട്ട് എക്സാമ്പിൾ ഈ പാഠത്തിൽ കേട്ടോ. പ്രൂവ് ദ റൂൾ ഓഫ് എക്സ്പോണൻസ്. റൂൾ ഓഫ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇതാ AB raised to n, അതായത് A into B raised to n equal to A raised to n into B raised to n by using principle of mathematical induction for every natural division. ഇതാ പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, P of n എഴുതുക. P of n AB raised to n equal to A raised to n into B raised to n. ഇനി അടുത്ത് എന്ത് ചെയ്യുക, n is equal to 1ന് പ്രൂവ്. for n is equal to 1, P of 1 എന്ന് പറഞ്ഞാൽ AB raised to 1 is equal to A raised to 1 into B raised to 1. ഇതെന്താ, എന്ത് സാധനം raised to 1 ആണെങ്കിലും എന്താ അതേ സാധനം. അപ്പോൾ AB is equal to A into B, സെയിം അല്ലേ? അപ്പോൾ which is true. ഇനി എന്താ, assume that P of n is true for n equal to k. അതിനെന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് വരെ കേട്ട് കൊടുക്കുക. അപ്പോൾ P of k എന്ന് പറയുന്നത് AB raised to k equal to A raised to k into B raised to k. അത്രയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. We shall prove that P of k plus 1 is true. P of k plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യാം. P of k plus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, AB raised to എന്നിന് വരും k plus 1. k plus 1 equal to A raised to k plus 1 into B raised to k plus 1. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഇവിടെ ഇപ്പോൾ AB raised to k plus 1 അതിന് നമുക്ക് എങ്ങനെ എഴുതാം, AB into AB raised to k. ഇനി A raised to k plus 1 equal to
എ ഇൻറ്റു എ റേസ് ടു കെ ബി റേസ് ടു കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ബി റേസ് ടു കെ. പക്ഷേ അവസാനത്തെ രണ്ട് സാധനം നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇയാളെ മാത്രം മാറ്റിയാൽ മതി. അതിനെങ്ങനെ എഴുതാം? എ ബി ഇൻറ്റു എ ബി റേസ് ടു കെ ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് എ ബി അങ്ങനെ എഴുതിക്കോ. ഇനി എ ബി റേസ് ടു കെ എന്താ? ഇവിടെയുണ്ട്. എ ബി റേസ് ടു കെ ഈക്വൽ ടു എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ. അപ്പോൾ എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. ഇനി ബ്രാക്കറ്റ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇടയ്ക്കുള്ളൂ. അപ്പോൾ എ ഇൻറ്റു എ റേസ് ടു കെ ഇൻറ്റു ബി ഇൻറ്റു ബി റേസ് ടു കെ ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. നോക്ക്, എ ഇൻറ്റു എ റേസ് ടു കെ എന്ന് പറയുന്നത് എന്താ? എ ഇൻറ്റു എ റേസ് ടു കെ എന്ന് പറഞ്ഞാൽ എ റേസ് ടു കെ പ്ലസ് 1. അപ്പോൾ ഇതിനങ്ങനെ എഴുതാം. എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെയോ ബി റേസ് ടു കെ പ്ലസ് 1. ബി റേസ് ടു കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. ശരിയായില്ലേ? തീർന്നു. ദസ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ whenever P of k is true. P of k എപ്പോഴൊക്കെ ട്രൂ ആണോ അപ്പോഴൊക്കെ P of k plus 1 ട്രൂ ആണ്. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ത് പറയാം? P of n is true for all n belongs to capital N. ഒന്നേ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതണം? ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് mathematical induction the rule of exponents is proved. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സസൈസുകളുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഇതെപ്പോൾ ചെയ്തയക്കുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ടാറ്റാ.